നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം ലോകത്ത് മറ്റാരും അറിയാൻ പാടില്ല എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരൊറ്റ കാര്യം ഈ നിമിഷം ഒരാളോട് തുറന്നു പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ആരോടാകും അത് പറയുക? തീർച്ചയായും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നുവരിക നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മുഖമായിരിക്കും. നമ്മളിൽ പലരും അങ്ങനെയാണ്. ജനിച്ചു വളർന്ന വീട്ടുകാരേക്കാളും രക്തബന്ധമുള്ള സഹോദരങ്ങളെക്കാളും നമ്മൾ വിശ്വസിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെയായിരിക്കും. ഹൃദയത്തിലെ ഭാരങ്ങളെല്ലാം ഇറക്കിവെക്കാൻ യാതൊരു മുൻവിധികളുമില്ലാതെ നമ്മളെ കേൾക്കാൻ അവർക്ക് കഴിയുമെന്ന വിശ്വാസമാണ് ഇതിന് കാരണം. സന്തോഷമായാലും സങ്കടമായാലും അത് അവരുമായി പങ്കുവയ്ക്കുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. മനുഷ്യരെന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ആ വൈകാരികമായ പിന്തുണ ആവശ്യവുമാണ്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇങ്ങനെ പൂർണ്ണമായും നഗ്നരാക്കപ്പെടുന്ന തരത്തിൽ നമ്മുടെ രഹസ്യങ്ങൾ മറ്റൊരാൾക്ക് മുന്നിൽ തുറന്നുവെക്കുന്നത് ശരിയാണോ? ലോകത്ത് മാറ്റമില്ലാത്തതായി ഒന്നുമില്ല എന്ന് പറയും പോലെ മനുഷ്യന്റെ മനസ്സും ബന്ധങ്ങളും എപ്പോൾ വേണമെങ്കിലും മാറാം. ഇന്ന് നിങ്ങളുടെ ജീവന്റെ പാതിയായ സുഹൃത്ത് നാളെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറില്ല എന്ന് എന്താണ് ഉറപ്പ്? അങ്ങനെയൊരു സാഹചര്യം വന്നാൽ നിങ്ങൾ കൈമാറിയ ഈ രഹസ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വിനയായി മാറില്ലേ? ഈയൊരു വിഷയമാണ് നമ്മൾ ഇന്ന് വളരെ ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. മനുഷ്യബന്ധങ്ങളുടെ അസ്ഥിരത. മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാനം വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ പലതും തുറന്നു പറയുന്നത്. എന്റെ സുഹൃത്ത് എന്നെ ഒരിക്കലും ചതിക്കില്ല എന്ന അന്ധമായ വിശ്വാസം. പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച് സാഹചര്യങ്ങൾ മാറും. സാഹചര്യങ്ങൾ മാറുമ്പോൾ മനുഷ്യരും മാറും. ഒരുപക്ഷെ ഇന്ന് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി നാളെ നിങ്ങളെ വെറുക്കുന്ന ഒരാളായി മാറിയേക്കാം. സൗഹൃദങ്ങളിൽ വിള്ളലുകൾ വീഴാൻ ഒരു ചെറിയ തെറ്റിദ്ധാരണ മതിയാകും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് നൽകിയ രഹസ്യങ്ങൾ, നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യങ്ങൾ അവർ നിങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്ന ആയുധങ്ങളായി മാറിയേക്കാം. മനുഷ്യന്റെ മനസ്സ് വളരെ സങ്കീർണമാണ്. ഇന്ന് നമുക്ക് ഒരാളോടുള്ള സ്നേഹം നാളെ അതേപോലെ നിലനിൽക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. സാമ്പത്തിക കാര്യങ്ങൾ, ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ, ഈഗോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കടന്നുവരവ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ അകലാം. ഈ അകൽച്ച ചിലപ്പോൾ ചെറിയ പിണക്കങ്ങളിൽ അവസാനിച്ചേക്കാം. എന്നാൽ മറ്റു ചിലപ്പോൾ അത് വലിയ ശത്രുതയിലേക്ക് വഴിമാറും. ശത്രുതയുടെ സമയത്ത് മനുഷ്യർ അവരുടെ യുക്തിയേക്കാൾ കൂടുതൽ വികാരങ്ങൾക്കാണ് പ്രാധാന്യം നൽകുക. നിങ്ങളെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം അല്ലെങ്കിൽ വേദനിപ്പിക്കണം എന്ന ചിന്ത മാത്രമായിരിക്കും അവരുടെ മനസ്സിൽ. ഈ സമയത്ത് അവർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം നിങ്ങൾ പണ്ട് അവരോട് പങ്കുവച്ച നിങ്ങളുടെ തന്നെ രഹസ്യങ്ങളായിരിക്കും. രഹസ്യങ്ങൾ കൈമാറുന്നതിലെ മനഃശാസ്ത്രം. രഹസ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സ്വകാര്യമായ ഇടമാണ്. അത് മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ അത് എപ്പോൾ വേണമെങ്കിലും ദുരുപയോഗം ചെയ്യാം. പലപ്പോഴും നമ്മൾ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നത് ഒരു ആശ്വാസത്തിനു വേണ്ടിയാണ്. മനസ്സിലെ ഭാരമൊന്ന് കുറയാൻ, ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുമ്പോഴോ നമ്മൾ അറിയാതെ തന്നെ പല കാര്യങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞുപോകും. അത് പങ്കുവച്ചു കഴിയുമ്പോൾ താത്കാലികമായ ഒരു ആശ്വാസം ലഭിക്കുമെങ്കിലും പിന്നീട് അത് വലിയൊരു ഭയമായി മാറാറുണ്ട്. എന്റെ രഹസ്യം അവർ ആരോടെങ്കിലും പറയുമോ? ഞങ്ങൾ തമ്മിൽ തെറ്റിയാൽ അവർ അത് എനിക്കെതിരെ ഉപയോഗിക്കുമോ എന്നൊക്കെയുള്ള ഭയം നമ്മളെ വേട്ടയാടാൻ തുടങ്ങും. ഈ ഭയം നമ്മുടെ സ്വസ്ഥത കെടുത്തും. ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കില്ല സുഹൃത്തുക്കൾ ഈ രഹസ്യങ്ങൾ മറ്റൊരാളോട് പറയുന്നത്. സംസാരത്തിനിടയിൽ ആവേശത്തിലറിയാതെ പറഞ്ഞുപോകുന്നതായിരിക്കാം. പക്ഷേ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളായിരിക്കും. നിങ്ങളുടെ വ്യക്തിജീവിതം, കരിയർ, കുടുംബം, സമാധാനം എന്നിവയെല്ലാം ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായേക്കാം. ഈ വിഷയത്തിന്റെ കൂടുതൽ തലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് പറയട്ടെ, ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ പങ്കുവയ്ക്കാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ. എല്ലാ കാര്യങ്ങളും രഹസ്യങ്ങളല്ല. നാം സുഹൃത്തുക്കളോട് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ എന്തുതന്നെ സംഭവിച്ചാലും നമ്മുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. കുടുംബത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, നിങ്ങളുടെ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും സുഹൃത്തുക്കളോട് പൂർണ്ണമായി തുറന്നു പറയരുത്. നാളെ ഈ സുഹൃത്തുമായി നിങ്ങൾ അകലുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ മാനത്തെ അത് ബാധിച്ചേക്കാം. സാമ്പത്തിക രഹസ്യങ്ങൾ, നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി സാമ്പത്തിക പദ്ധതികൾ എന്നിവ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പോലും പറയാതിരിക്കുക. പണം പലപ്പോഴും ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒന്നാണ്. മറ്റുള്ളവരെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ. മറ്റൊരാൾ നിങ്ങളെ വിശ്വസിച്ച് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മറ്റൊരു സുഹൃത്തിനോട് പറയുന്നത് വലിയൊരു തെറ്റാണ്. ഇത് നിങ്ങളുടെ വിശ്വാസ്യതയെയാണ് ഇല്ലാതാക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യങ്ങൾ, നിങ്ങളെ മാനസികമായി തകർക്കാൻ കഴിയുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ ഭയങ്ങൾ അല്ലെങ്കിൽ ഭൂതകാലത്തിലെ വലിയ തെറ്റുകൾ എന്നിവ എപ്പോഴും നിങ്ങളിൽ തന്നെ ഒതുക്കുക. അത് പുറത്തറിയുന്നത് നിങ്ങളെ മറ്റുള്ളവർ ചൂഷണം ചെയ്യാൻ കാരണമാകും. ചാണക്യനീതിയിലെ പാഠങ്ങൾ. ഭാരതീയ തത്വചിന്തയിൽ ചാണക്യന് വലിയ സ്ഥാനമുണ്ട്. ജീവിതവിജയത്തിനും
സുരക്ഷിതത്വത്തിനും അദ്ദേഹം പല കാര്യങ്ങളും ഉപദേശിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ. നിങ്ങളുടെ രഹസ്യങ്ങൾ ആരോടും പറയരുത്, അത് നിങ്ങളെ നശിപ്പിക്കുമെന്ന് ചാണക്യൻ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് 100% ശരിയായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു രഹസ്യം സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾ അത് സൂക്ഷിക്കുമെന്ന് നിങ്ങൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ രഹസ്യം നിങ്ങൾക്ക് തന്നെ ഒരു ഭാരമാണെങ്കിൽ അത് കേൾക്കുന്ന മറ്റൊരാൾക്കും അതൊരു ഭാരമായിരിക്കും. എങ്ങനെയെങ്കിലും ആ ഭാരം ഇറക്കിവെക്കാൻ അവരും ശ്രമിക്കും. അങ്ങനെയാണ് രഹസ്യങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഗോസിപ്പുകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഒരാളോട് മാത്രം പറയുന്ന കാര്യം ആ വ്യക്തി അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് മാത്രം പറയും. അങ്ങനെ ആ ശൃംഖല നീളുകയും അവസാനം ലോകം മുഴുവൻ ആ രഹസ്യം അറിയുകയും ചെയ്യും. യഥാർത്ഥ സൗഹൃദവും വ്യക്തിപരമായ അതിരുകളും. ചില ആളുകൾ വിചാരിക്കുന്നത് സുഹൃത്തുക്കൾക്കിടയിൽ രഹസ്യങ്ങൾ പാടില്ല എന്നാണ്. എല്ലാം തുറന്നു പറയുന്നതാണ് യഥാർത്ഥ സൗഹൃദം എന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. യഥാർത്ഥ സൗഹൃദം എന്നു പറയുന്നത് പരസ്പരം ബഹുമാനിക്കുന്നതാണ്, ഒരാളുടെ സ്വകാര്യതയെ മാനിക്കുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളോട് പറയാൻ താൽപ്പര്യമില്ലാത്ത കാര്യങ്ങൾ നിർബന്ധിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലൊരു പ്രവണതയല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ എത്ര നിർബന്ധിച്ചാലും നിങ്ങളുടെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ പറയാതിരിക്കാനുള്ള പൂർണ്ണ അവകാശം നിങ്ങൾക്കുണ്ട്. എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്ന് വളരെ സ്നേഹത്തോടെ തന്നെ പറയാൻ നിങ്ങൾക്ക് കഴിയണം. അത് സൗഹൃദത്തെ ബാധിക്കില്ല. മറിച്ച് അത്തരം വ്യക്തമായ അതിരുകൾ സൗഹൃദത്തെ കൂടുതൽ ശക്തമാക്കുകയും ആരോഗ്യകരമാക്കുകയും ചെയ്യും. അതിരുകളില്ലാത്ത ബന്ധങ്ങൾ വളരെ വേഗം തകർന്നുപോകാൻ സാധ്യതയുള്ളവയാണ്. ഭാരങ്ങൾ ഇറക്കിവെക്കാൻ മറ്റു വഴികൾ തേടുക. നമുക്കെല്ലാവർക്കും സങ്കടങ്ങൾ പറയാൻ ഒരാളെ ആവശ്യമാണ്. എന്നാൽ അത് എപ്പോഴും സുഹൃത്തുക്കൾ തന്നെ ആകണം എന്നില്ല. നിങ്ങളുടെ രഹസ്യങ്ങൾ സുരക്ഷിതമായിരിക്കാനും എന്നാൽ മാനസിക ഭാരം കുറയാനും ചില മാർഗങ്ങളുണ്ട്. 1. ഡയറി എഴുതുക. നിങ്ങളുടെ ഉള്ളിലെ എല്ലാ വിഷമങ്ങളും രഹസ്യങ്ങളും ഒരു കടലാസിലേക്ക് പകർത്തുക. അത് പൂർണ്ണമായി എഴുതിക്കഴിയുമ്പോൾ മനസ്സിലെ വലിയൊരു ഭാരം ഇറക്കിവെച്ചതുപോലെ നിങ്ങൾക്ക് തോന്നും. അതിനുശേഷം ആ കടലാസ് കത്തിച്ചുകളയുകയോ നശിപ്പിക്കുകയോ ചെയ്യാം. 2. പ്രൊഫഷണൽ സഹായം. നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലർ എന്നിവരുടെ സഹായം തേടാം. അവർക്ക് അത് രഹസ്യമായി സൂക്ഷിക്കാനുള്ള പ്രൊഫഷണൽ ബാധ്യതയുണ്ട്. മാത്രമല്ല അവർ ശരിയായ ഉപദേശം നൽകുകയും ചെയ്യും. 3. സ്വയം സംസാരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളോട് തന്നെ സംസാരിക്കുക. പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഓർക്കുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ സമയം കണ്ടെത്തണം. ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ അത് സഹായിക്കും. സ്വയം പര്യാപ്തതയുടെ പ്രാധാന്യം. ജീവിതത്തിൽ പല സാഹചര്യങ്ങളും നമ്മൾ കടന്നുപോകേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ വളരെ തളർന്നുപോകും. അപ്പോൾ ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ നിയന്ത്രണം വിട്ട് പലതും പറഞ്ഞേക്കാം. പിന്നീട് അത് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു വൈകാരികമായ നിയന്ത്രണം ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ആരെങ്കിലും സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലെ എല്ലാം അവർക്ക് മുന്നിൽ തുറന്നുവെക്കുന്ന ശീലം മാറ്റിയെടുക്കണം. ഈ ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതും നമ്മൾ തന്നെയാണ്. മറ്റുള്ളവർക്ക് ഒരു പരിധിവരെ മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ. അതുകൊണ്ട് വൈകാരികമായി സ്വയം പര്യാപ്തരാകാൻ ശ്രമിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ പഠിക്കുന്നത് വലിയൊരു ആത്മവിശ്വാസം നൽകും. ഇതൊക്കെ പറയുമ്പോൾ സുഹൃത്തുക്കളെ ഒന്നും വിശ്വസിക്കരുത് എന്നല്ല അർത്ഥമാക്കുന്നത്. നല്ല സുഹൃത്തുക്കൾ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. അവരെ ചേർത്തുപിടിക്കുക. അവർക്കൊപ്പം സന്തോഷങ്ങൾ പങ്കുവയ്ക്കുക. ഒരുമിച്ച് യാത്ര ചെയ്യുക. ആശയങ്ങൾ സംസാരിക്കുക. വലിയ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുക. പക്ഷേ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും സ്വകാര്യമായ ഇടം അത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അവിടെ മറ്റാർക്കും എത്ര അടുത്ത സുഹൃത്തായാൽ പോലും പ്രവേശനം അനുവദിക്കാതിരിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ മണ്ണടിയട്ടെ. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ സന്തോഷവും സമാധാനവും മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ, നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യങ്ങൾ, അത് നിങ്ങൾക്കൊപ്പം തന്നെ സുരക്ഷിതമായിരിക്കട്ടെ. ഒരിക്കലും ആരും അത് അറിയാതിരിക്കട്ടെ. അതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ശരി. അതുമാത്രമാണ് എക്കാലത്തും നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരേയൊരു കാര്യം. നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ മാത്രം ശക്തിയായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് നിങ്ങളെ ആക്രമിക്കാനുള്ള ആയുധമായി അത് മാറാതിരിക്കട്ടെ. ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക.